Hi, again I am back with nouns. നൗൺസ് ഇൻ നമ്പേഴ്സ് അല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? നൗൺസിനെ ജെൻഡറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു അല്ലേ. 4 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത്? നൗൺസിനെ ജെൻഡറിനെ ബേസ് ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു? ഫെമിനിയൻ, മാസ്കുലിൻ, ന്യൂട്രൽ, കോമൺ അല്ലേ. അതവിടെ നിൽക്കട്ടെ. വളരെ സിമ്പിൾ ആയിരുന്നുകൊണ്ട് തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. അതുകൊണ്ട് അതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമുക്ക് നമ്പറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നൗണിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു വലിയൊരു ലോകമാണ്. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ദെൻ നൗണിനെ ബേസ് ചെയ്ത്, നമ്പറിനെ ബേസ് ചെയ്ത്, നമ്പറിനെ ബേസ് ചെയ്ത് എന്ന് പറയുമ്പോൾ എന്താ? നമ്പറിനെ ബേസ് ചെയ്യുമ്പോൾ എന്താ? 1 2 3 4 അത് തന്നെയാണ് അല്ലെ നമ്പർ. ഓക്കെ, നിങ്ങൾ ഒരാളാണെന്നുണ്ടെങ്കിൽ, സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ? സിംഗുലർ ആണ് അല്ലെ. സിംഗിൾ, ഒരാൾ ഒറ്റ ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും? സിംഗിൾ ആണ് അല്ലെ. ആ വ്യക്തി സിംഗിൾ ആണെന്ന് പറയും. ഓക്കെ, ആ സിംഗിൾ നമുക്ക് എന്താക്കി മാറ്റാം? ഒരു സിംഗുലർ എന്നാക്കി മാറ്റാം. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ, മോർ ദാൻ ആണെങ്കിലോ, ഒന്നിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഒന്നിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്താ മക്കൾസെ പറയാ? പ്ലൂരൽ എന്നാണ് പറയാ അല്ലെ. പ്ലൂരൽ എന്ന് പറയും. ഓക്കെ, അത്രേ ഉള്ളൂ. അത് തന്നെയുള്ളൂ ഇവിടെ പ്രശ്നം. അപ്പൊ നമ്പറിനെ ബേസ് ചെയ്ത് നൗണിന് അങ്ങനെ ഒരുപാട് ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല. 2 എണ്ണം മാത്രമേ ഉള്ളൂ, 2 കാറ്റഗറിയേ ഉള്ളൂ, സിംഗുലർ, പ്ലൂരൽ. ഓക്കെ, നോക്കാം. പ്ലൂരൽ നൗൺ ആൻഡ് സിംഗുലർ നൗൺ. സിംഗുലർ നൗൺ, പ്ലൂരൽ നൗൺ. Okay, when one is speaking about a single thing, single ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു വസ്തു, പ്ലേസ്, ഐഡിയ, ഇതിനൊക്കെ എന്താ നമ്മൾ പറയുക? സിംഗുലർ എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചോ ഒരു വ്യക്തിയെ കുറിച്ചോ എങ്ങനെ സിംഗുലർ ആയിട്ടുള്ള എന്ത് കാര്യം, സിംഗിൾ ആയിട്ടുള്ള എന്ത് കാര്യം പറയുകയാണെങ്കിൽ എന്താണ് അതിന് പറയുക? സിംഗുലർ എന്ന് പറയും. ദെൻ വെൻ വൺ ഈസ് സ്പീക്കിംഗ് അബൌട്ട് മോർ ദാൻ വൺ തിങ്, ഒരാൾ ഒന്നിൽ കൂടുതലുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേഴ്സൺ, പ്ലേസ്, ഐഡിയ ഏതുമാകട്ടെ, മോർ ദാൻ വൺ എന്ന് പറയുന്നു. എന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? എന്താണ് അതിന് പറയാ? പ്ലൂരൽ നൗൺ എന്നാണ് പറയാ. ഓക്കെ, നോക്കാം. എക്സാമ്പിൾ നോക്കാം. സ്റ്റോൺ, സ്റ്റോൺസ്, ഗേൾ, ഗേൾസ്, ചെറി, ചെറീസ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റോൺ സ്റ്റോൺ ആണ്, ഗേൾ എന്താണ്? ഗേളിന്റെ പ്ലൂരൽ എന്താണ്? ഗേൾസ് ആണ്. ചെറി എന്താണ്? ചെറീസ് ആണ്. ഓക്കെ, അപ്പൊ സിംഗുലർ, പ്ലൂരൽ ഒന്നാണെങ്കിൽ സിംഗുലർ എന്നും, കൂടുതൽ മോർ ദാൻ വണ്ണിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ്? പ്ലൂരൽ എന്നാണ് പറയാം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പൊ കുറച്ച് കൂടുതൽ ഇതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് കരുതി. ഓക്കെ, നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സിംഗുലർ, പ്ലൂരൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സിംഗുലർ വീണ്ടും വീണ്ടും എണ്ണുമ്പോഴാണല്ലോ അത് എന്താവുന്നത്? പ്ലൂരൽ ആയിട്ട് മാറുന്നത്. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള ഒരു വസ്തുവിനെ, സിംഗുലർ ആയിട്ടുള്ള ഒരു നാമത്തെ പ്ലൂരൽ ആക്കി മാറ്റണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താ അറിയാം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പഠിച്ച ടൈമിലാണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഡോഗ്, ഡോഗ്സ്, ബുക്ക്, ബുക്സ്, പെന്ന്, പെൻസ്, വളരെ ഈസി അല്ലെ. എല്ലാത്തിൻ്റെയും കൂടെ എന്തിട്ട് കൊടുക്കും? നമ്മൾ എസ് അങ്ങനെ ഇട്ട് കൊടുക്കും അല്ലെ. എന്ത് കിട്ടിയ എന്ത് പ്ലൂരൽ നമ്മളോട് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ മക്കളെ ഫസ്റ്റ് ചെയ്യുക? എല്ലാത്തിൻ്റെയും കൂടെ എന്തിട്ട് കൊടുക്കും? എസ് ഇട്ട് കൊടുക്കും. ബുക്കാണെങ്കിൽ ബുക്സ് എഴുതും, ചെറിയാണെങ്കിൽ ചെറീസ് എഴുതും, ഗേൾ ആണെങ്കിൽ ഗേൾസ് എഴുതും, ബോയ് ആണെങ്കിൽ ബോയ്സ് എഴുതും. തെറ്റില്ല മക്കളെ. കാരണം ഇംഗ്ലീഷിലൊരു 50% വാക്കുകളും അങ്ങനെ തന്നെയാണ്. അധികം വാക്കുകളും നമ്മൾ എസ് വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്ലൂരൽ ചെയ്യുന്നത്. ഇനി ചില കേസുകളുണ്ട്, ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ എസ്സിനെ നമ്മൾ എന്ത് ചെയ്യും? മറ്റു പല കാര്യങ്ങളായിട്ട് മാറ്റും. ഇനി നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ അങ്ങ് എസ് ആഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പൊ എന്തിൻ്റെയൊക്കെ കൂടെ, ഏതൊക്കെ നൗൺസിന്റെ കൂടെയാണ് എസ് ആഡ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ മറ്റ് എക്സെപ്ഷണൽ കേസുകൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനി ഇവിടെ നൗൺ എൻഡ് വിത്ത് ഒരു വേർഡ്. നൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ്. ഓക്കെ, നൗൺ, ആ വാക്ക് എസ്, എസ് എസ്, എസ് എച്ച്, സി എച്ച് ഇങ്ങനെയുള്ള ഈ 5 വാക്ക്. അതുപോലെ എക്സും എന്ന് പറയുന്ന എക്സും ഉണ്ട് കേട്ടോ. എക്സ്. ഓക്കെ, ഏതൊക്കെ വാക്കുകളാണ്? എസ്, എസ് എസ്, എസ് എച്ച്, സി എച്ച്, എക്സ്, ഇതുകൊണ്ടൊക്കെയാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഒരു നൗണ് ഈ പറഞ്ഞ ലെറ്റേഴ്സ് കൊണ്ടൊക്കെയാണ് എൻഡിങ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. എത്രങ്ങാനും വാക്കുണ്ടാവും അല്ലേ. നിങ്ങൾ നോക്കിയേ, ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകൾ ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? അവസാനിക്കുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. ഈ വാക്കിന്റെ ഒക്കെ കൂടെ എന്ത് ചേർത്ത് കൊടുത്താൽ മതി? ES ചേർത്ത് കൊടുത്താൽ മതി മക്കളെ. എന്താണ്? ES ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോ ഒരു വാക്ക്, ഒരു നൗൺ എസ്, എസ് എസ്, എസ് എച്ച്, സി എച്ച്, എക്സ് ഇങ്ങനെയൊക്കെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് പ്ലൂരലിലോട്ട് മാറ്റാൻ?
ES ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നോക്കാം, എക്സാമ്പിൾ നോക്കാം. സിംഗുലർ പ്ലൂരൽ ഫോമിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, ബസ് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ, ബസ്സൊക്കെ നിങ്ങൾ എത്ര കണ്ടതല്ലേ. ദെൻ ബസ് കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിന്റെയൊക്കെ ലാസ്റ്റ് എന്താണ്? ഓക്കെ, ഇവിടെ എന്താ? ഇതിന്റെ രണ്ടിന്റെയും ലാസ്റ്റ് എന്തുകൊണ്ടാണ് അവസാനിച്ചിട്ടുള്ളത്? എസ് കൊണ്ടാണ് അവസാനിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ വാക്കുകളുടെ കൂടെ എന്താണ്? SS കൊണ്ടാണ് അവസാനിച്ചിട്ടുള്ളത്. എന്ത് ചെയ്തിട്ടുള്ളത് എന്താണ്? SS. ഇനി ഈ രണ്ട് വാക്കൊന്ന് നോക്കിയേ, എന്താണ്? SH ആണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ എന്താണ്? CH കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും എന്താണ്? X ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു വേർഡ്സ് ഒക്കെ ഒന്ന് നോക്കിയേ, ഇതിന്റെ ഒക്കെ എൻഡിങ്ങിലോട്ടൊന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് അല്ലേ എൻഡ് ചെയ്തിട്ടുള്ളത്. ബസ്, ഫോക്കസ്, ഡ്രസ്, ഗ്ലാസ്, ലാസ്, ബ്രഷ്, ഡിഷ്, ചർച്ച്, ബ്രാഞ്ച്, മാച്ച്, വാച്ച്, ബോക്സ്, ടാക്സ്. ഇനി നേരെ ഒന്ന് നോക്കി ഇവരൊക്കെ എങ്ങനെയാ സിംഗുലർ ആക്കിയിട്ടുള്ളത്. ഇവിടെ ഒന്നും നോക്കാനില്ല, ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ. ഒന്ന് നോക്കിയേ, ലാസ്റ്റ് അങ്ങനെ ES അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുക, ES അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് മക്കളെ അല്ലെ. ബസ്, ബസ്സസ്, ഫോക്കസ്, ഡ്രസ്സസ്, ഗ്ലാസസ്, ലാസ് മീൻസ് എന്താണ്? ഒരു കന്യക, യുവതി അല്ലെ. ദെൻ ബ്രഷസ്, ഡിഷസ്, ചർച്ചസ്, ബ്രാഞ്ചസ്, മാച്ചസ്, വാച്ചസ്, ബോക്സസ്. എന്താണ്? ഇതിലൊന്നുമില്ല. ഇത് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ കാണാതെ പഠിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് ഒരു നൗണിന്റെ അവസാനം, നൗണിന്റെ എൻഡിങ്ങിൽ SO, SSO, SHO അല്ലെങ്കിൽ CHO, XO വരികയാണെങ്കിൽ നിങ്ങൾ അത് പ്ലൂരലാക്കാൻ എന്ത് ചെയ്യണം? പ്ലൂരലാക്കാൻ ആ സെയിം നൗണിന്റെ കൂടെ ES ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ഈ വേർഡുകളെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞ സംഭവങ്ങളാണ്. S, SS, SH, CH, X. ഇതാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് 4-5 തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ, നിങ്ങൾ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ കൂടെ ഇതൊരു 4 times നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം? ഈ ടൈമിൽ തന്നെ ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എന്ത് ചെയ്യാൻ കഴിയും? കാണാതെ പഠിക്കാൻ കഴിയും. ഓക്കെ, നോക്കാം, നമുക്ക് അടുത്തൊരു കേസ് നോക്കാം. ഇനി അടുത്തത് സം നൗൺസ് എൻഡിങ് വിത്ത് കോൺസണന്റ് പ്ലസ് O. ഇനി കൺസണന്റ് പ്ലസ് കോൺസണന്റ് നിങ്ങൾക്ക് അറിയില്ലേ? കൺസണന്റ് എന്താണ്? നിങ്ങൾ വവൽസ് കണ്ടിട്ടില്ലേ? വവൽസ് എന്തൊക്കെയാണ്? A, E, I, O, U അല്ലെ. AEIOU അല്ലെ. AEIOU. ഇത് നിങ്ങൾക്ക് അറിയുന്നല്ലേ, നമ്മൾ LKG UKG മുതൽ പഠിക്കുന്നതല്ലേ മക്കളെ വവൽസ് അല്ലെ. അപ്പൊ വവൽസ് ഇതൊക്കെയാണ് അല്ലെ. അപ്പൊ ഇംഗ്ലീഷിൽ ഞാൻ ABCD A മുതൽ Z വരെ ഉള്ളതിൽ ഈ ആകെ 5 വവലുള്ളൂ അല്ലെ. അപ്പൊ ബാക്കി എല്ലാ ലെറ്റേഴ്സും എന്താണ്? എന്താണ് മക്കളെ? ബാക്കി എല്ലാ ലെറ്റേഴ്സും എന്താണ്? കൺസോണൻസ് ആണ് അല്ലെ. അപ്പൊ ഈ കോൺസണൻസിന് എന്താണ്? AEIO എന്ന് പറയുന്ന വവൽസ് ഒഴികെ ബാക്കി എല്ലാം എന്താണ്? കോൺസണൻസ് ആണ്. അങ്ങനെയുള്ള ഒരു കോൺസണന്റിന്റെ കൂടെ പ്ലസ് O വരുമ്പോ എന്താണ്? ഇനി അങ്ങോട്ട് അത് പ്ലൂരൽ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി? എന്ത് ചെയ്യാ? ES ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ലെറ്റേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. എക്കോ, ഇവിടെ എന്താ നോക്കുക, ഇവിടെ എന്താ നിങ്ങൾ കാണുന്നത്? ഇതെന്താണ്? ഈ H എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസണന്റ് ആണ് അല്ലെ. ഇവിടെ കൂടെ എന്ത് വന്നിട്ടുണ്ട്? ഓയും വന്നിട്ടുണ്ട്. T എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസണന്റ് ആണ്. L എന്ന് പറയുന്ന ഒരു കോൺസണന്റ് ആണ്. G കോൺസണന്റ് ആണ്. G എല്ലാം എന്താണ്? കോൺസണന്റ് ആണ്. കോൺസണന്റ് പ്ലസ് O. ഓക്കെ, എന്താണ് ഇവിടെ ചേർത്തിട്ടുള്ളത്? എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്? മക്കൾസെ വേഗം ഒന്ന് നോക്കിയിട്ട് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്? ES ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്? ES ആണ്. ES വെറുതെ പോയി ആഡ് ചെയ്യല്ല, കോൺസണന്റ് പ്ലസ് O ലാസ്റ്റ് വരണം. ഓക്കെ, ഒരു നൗണിന്റെ അവസാനം കോൺസണന്റ് പ്ലസ് O വരികയാണെങ്കിൽ എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം? പ്ലൂറൽ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആഡ് ചെയ്യേണ്ടത്? ES ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം.
echo, echoes, potato, potatoes, tomato, tomatoes, buffalo, buffaloes, mango, mangoes, mosquito, mosquitoes, cargo, cargos. ഇത് പലപ്പോഴും ഈ നിയമം അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കലി കാലങ്ങളുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് വർഷം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല വാക്കുകളും അറിയാതെ, ഈ നിയമം അറിയാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറിയാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, കാണാതെ പഠിച്ചിട്ടുണ്ടാവും. എന്ത്, മാംഗോ, മാംഗോസ് എന്നൊക്കെ പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇനി എങ്ങോട്ട് ഇതിന്റെ നിയമം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പറഞ്ഞു നോക്കാം. എന്ത് ചെയ്യാം, നിയമം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലൂറൽ ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇനി അടുത്തത് സെയിം ആണ്. ചില കോൺസണൻസ് പ്ലസ് ഓ, ഇത് ചില കേസ് സെയിം സംഭവം തന്നെയാണ്. ചില നൗൺസ് കോൺസണൻസ് പ്ലസ് ഓ വരുമ്പോൾ ES ചേർക്കേണ്ടതില്ല, വെറും S ചേർത്താൽ മതി. ഓക്കെ, നേരത്തെ പറഞ്ഞത് ES ചേർക്കണം എന്നായിരുന്നു, പക്ഷെ ചില കേസിൽ ES വരുന്നില്ല, വെറും S വരുന്നുള്ളൂ. ഓക്കെ, നോക്കാം. ബാൻജോസ് എന്തൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണല്ലോ അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ സെയിം കഴിഞ്ഞ പറഞ്ഞതുപോലെ തന്നെയാണ്, കോൺസണന്റ് പ്ലസ് ഓ ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ES ചേർത്തിട്ടില്ല, വെറും S മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്, S ആണ്. ഇവിടെ എന്തുതന്നെയാണ്, കോൺസണൻസ് പ്ലസ് ഓ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് എന്താണ്, S മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാൻജോ, ബാൻജോസ്, പിയാനോ, പിയാനോസ്, കിലോ, കിലോസ്, സോളോ, സോളോസ്, സ്റ്റീരിയോ, സ്റ്റീരിയോസ്, കങ്കാരു, കങ്കാരൂസ്. ഓക്കെ, അപ്പൊ എന്താണ്, ചിലതിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ആ ചെറിയ മാറ്റങ്ങൾ എന്താന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെയുള്ള വാക്കുകൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് അതിന്റെ പ്ലൂറൽ ഫോമിലോട്ട് മാറ്റാനുള്ള ഒരു രീതിയും, അതുപോലെ തന്നെ ആ വാക്കുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ തന്നെ എന്ത് ചെയ്യും, അതിന്റെ പ്ലൂറൽ ഫോം നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ തന്നെ പഠിക്കും. ഓക്കെ, ഇനി ഇവിടെ ചില കേസ്. ഇനി സം നൗൺസ് എൻഡിങ് വിത്ത് ദ കോൺസണന്റ് പ്ലസ് വൈ. ഇവിടെ എന്ത് ചെയ്യാണ്, വൈ വരികയാണ്. ചില കോൺസണൻസിന്റെ കൂടെ ആ കോൺസണന്റ് കഴിഞ്ഞിട്ട് വൈ വരികയാണ്. ഓക്കെ, ഓയ് ഒന്നല്ല അവസാനിക്കുന്നത്, വൈയിൽ അവസാനിക്കുന്ന വേർഡ്സുകൾ ഉണ്ടാവും അല്ലെ, വൈയിൽ അവസാനിക്കുന്ന നൗൺസുകൾ ഉണ്ടാവും അല്ലെ. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ക്രൈ, ഫ്ലൈ എന്നൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, വൈയിൽ അവസാനിക്കുന്ന. അങ്ങനെ വൈയിൽ അവസാനിക്കുന്ന വേർഡ്സ് വന്നു കഴിഞ്ഞാൽ become plural by removing y from the word and replacing it with is. y എന്ത് ചെയ്യണം മക്കളെ, y എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ആ y അങ്ങ് ആ വാക്കിൽ നിന്ന് എടുത്ത് കളയണം. ആ നൗൺ എന്ന് പറയുന്ന ആ വേർഡിൽ നിന്നും y എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മൾ ആരെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം, SIES റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും, സിംഗുലർ എന്തായിട്ട് മാറും, പ്ലൂറൽ ആയിട്ട് മാറും. ഓക്കെ, അപ്പോ ഒരു വേർഡ്, ഒരു നൗണിന്റെ അവസാനം വൈ മാത്രമല്ല, കോൺസണന്റ് പ്ലസ് വൈ ആണ്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം, ആ വൈനെ റിമൂവ് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, IES എന്ന് പറയുന്ന 3 ലെറ്റർ ആഡ് ചെയ്ത്, ഒരു ലെറ്റർ ഒഴിവാക്കുമ്പോൾ 3 ലെറ്റർ ആഡ് ചെയ്യാം, വലിയ നഷ്ടമൊന്നുമില്ല അല്ലെ. ഓക്കെ, നോക്കാം. ബേബി. ഓക്കെ, ബേബി. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ്, കോൺസണന്റ് പ്ലസ് വൈ ആണ്. കോൺസണന്റ് പ്ലസ് വൈ എല്ലായിടത്തും എന്തുണ്ട്, വൈ ഉണ്ട്. അതെ, നോക്കാം. ബേബി, ലേഡി, ആർമി, സ്റ്റോറി, ഡ്യൂട്ടി, സിറ്റി, പോണി, ഫ്ലൈ, റെമഡി. ഓക്കെ, വൈ അല്ലേ, തുരാന്ന് പറഞ്ഞിട്ട് വൈ കാണുന്നുണ്ട്. വൈ കണ്ടോ, വൈ എടുത്തിട്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് പറഞ്ഞ്. വൈ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. വൈ റിമൂവ് ചെയ്താൽ മാത്രം മതിയോ, പോരാ. അവിടെ നിങ്ങൾ അത് പ്ലൂറൽ ആക്കണമെങ്കിൽ ആ നൗണിനെ എന്ത് ചെയ്യണം, പ്ലൂറൽ ആക്കണമെങ്കിൽ നിങ്ങൾ വൈ റിമൂവ് ചെയ്തിട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം മക്കളെ, പെട്ടെന്ന് പറഞ്ഞ്. IES ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എന്ത് ചാടി ആൻസർ പറയണം കേട്ടോ. ഇത് ആർമിയുടെ പ്ലൂറൽ എന്താണ്, ആർമി. സ്റ്റോറിയുടെ പ്ലൂറൽ എന്താണ്, സ്റ്റോറീസ്. ഡ്യൂട്ടിയുടെ പ്ലൂറൽ എന്താണ്, ഡ്യൂട്ടീസ് അല്ലെ. സിറ്റിയുടെ പ്ലൂറൽ എന്താണ്, സിറ്റീസ്. ഇവിടെയൊക്കെ എന്ത് സംഭവിച്ചു, വൈ എടുത്ത് കളഞ്ഞിട്ട് IES ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, പോണി, പോണീസ്, ഫ്ലൈ, ഫ്ലൈസ്, റെമഡി, റെമഡീസ്. ഓക്കെ, വൈ റിമൂവ് ചെയ്യുന്നു, ആ ഭാഗത്തോട്ട് എന്ത് ആഡ് ചെയ്യുന്നു, IES ആഡ് ചെയ്യുന്നു. നൗണ് ഈസി ആയിട്ട് എന്താക്കി മാറ്റുന്നു, പ്ലൂറൽ ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, ദെൻ നോക്കാം. ഇനി അടുത്തത്. ഓക്കെ, ബൈ ചേഞ്ചിങ് എഫ്. ഇനി ചില നൗൺസുകളുടെ എൻഡിങ്ങിൽ എഫോ അല്ലെങ്കിൽ
എഫ് ഇഒ വരികയാണെങ്കിൽ, എന്താണ് എഫ്ഒ എഫ് ഇഒ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യാണ്. ഇതിനെ റിമൂവ് ചെയ്തിട്ട് പകരം റീപ്ലേസ് ചെയ്യുന്നത് ആരെയാണ്, പറഞ്ഞ് ആരെയാണ് റീപ്ലേസ് ചെയ്യുന്നത്, VESനെയാണ്. ഓക്കെ, ഇനി മുതൽ നിങ്ങൾ ഇനി മുതൽ ഏതെങ്കിലും ഒരു വാക്ക് കാണുമ്പോൾ FO FEO കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവരങ്ങ് റിമൂവ് ചെയ്തിട്ട് അവർ പ്ലൂറൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്, VES. നോക്കാം, എക്സാമ്പിൾ നോക്കാം. ലോഫ്, ഇവിടെ നോക്കിയേ, എഫ്, ഇവിടെ എഫ് ഉണ്ട് അല്ലെ. സിംഗുലർ ആയപ്പോ സ്വന്തമായിട്ട് എഫ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്ലൂറൽ ആകുമ്പോ എന്ത് ചെയ്തു, എഫ് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, VES ആഡ് ചെയ്തു. എൽഫ്, എൽവ്സ്, കാഫ്, കാഫ്സ്, ഹാഫ്, ഹാവ്സ്, ഷെൽഫ്, ഷെൽവ്സ്, ലീഫ്, ലീവ്സ്, വൈഫ്, വൈഫ്സ്, നൈഫ്, നൈവ്സ്. ഓക്കെ, എന്താണ് എഫ് റിമൂവ് ചെയ്യുന്നു. ഇവിടേക്ക് എന്താണ് കാണുന്നത്, FE ഉണ്ട്, ഇവിടേക്ക് എഫ് ഉണ്ട്. റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ആഡ് ചെയ്തു, VES ആഡ് ചെയ്തപ്പോ എന്തായി, പെട്ടെന്ന് പറഞ്ഞ് എന്തായി, സിംഗുലർ എന്തായി മാറി, പ്ലൂറൽ ആയിട്ട് മാറി. ഓക്കെ, ഇനി എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എത്ര വന്നാലും നമുക്ക് എക്സെപ്ഷണൽ കേസ് വരാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എക്സെപ്ഷണൽ കേസ് വരുന്നത്? കാരണം മക്കളെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയാണോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് നമ്മുടെ ഭാഷയാണോ? അല്ല, ഇത് ഫോറിൻ ലാംഗ്വേജ് ആണ്. പലപ്പോഴും പല വാക്കുകളും നമ്മൾ എന്താണ് മറ്റുള്ളവരിൽ നിന്നും, മറ്റു ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ലാറ്റിൻ, ഗ്രീക്ക്, പലതിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ പലതിൽ നിന്നും വന്ന പല വാക്കുകളാവുന്നതുകൊണ്ട് തന്നെ എക്സെപ്ഷണൽ കേസ് നല്ല പോലെ വരും. പക്ഷെ നമുക്ക് ടെൻഷൻ വേണ്ട, എക്സെപ്ഷണൽ പഠിക്കാനല്ലേ സുഖം. ഒരുപാട് പഠിക്കുന്നതായിട്ട് സുഖമാണ് എന്ത്, ഇങ്ങനെയുള്ള 1-2 കേസുകൾ ഓർത്ത് വെക്കാനായിരിക്കും എന്ത്, വളരെ എളുപ്പം. അപ്പൊ നമുക്ക് ഒരു ചെറിയ കേസ് നോക്കാം. എഫിന്റെ കേസാട്ടോ ഇത്. ഓക്കെ, ദെൻ സ്റ്റാഫ്, ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള വാക്കാണ് അല്ലെ, സ്റ്റാഫ്. ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്, എഫ് എടുത്തങ്ങ് കളഞ്ഞ് VES ഒന്നും പോയി ചേർക്കരുത്, ഒന്നും നോക്കണ്ട. എഫിന്റെ തൊട്ടപ്പുറത്ത് ഒരു S ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ സ്വന്തം ആളല്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എന്താണ്, S ഇട്ട് കൊടുക്കാനല്ലേ. അതന്നെയുള്ളൂ ഇവിടെ എക്സെപ്ഷണൽ കേസിൽ വന്നത്. സേഫിന്റെ കൂടെ എന്താണ്, S ഇട്ട് കൊടുക്കാണ്, ഒരിക്കലും VES ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ദെൻ ചീഫ്, ഇവിടെ എഫ് എടുത്തിട്ട് S, എന്താണ്, S ആണ് ആഡ് ചെയ്തത്. ദെൻ കഫേ, കഫ്സ്. ഓക്കെ, S ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സെപ്ഷണൽ കേസ് ആണെങ്കിലും ഒരുപാട് ആഡിങ് ഒന്നും വരുന്നില്ല, ഒരു S ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ എക്സെപ്ഷണൽ കേസ് എന്ന് പറയുമ്പോൾ നിങ്ങളത് ഇങ്ങനെ തന്നെ എക്സെപ്ഷണൽ കേസ് ആണെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ ബ്രാക്കറ്റിലൊക്കെ ഇട്ട് സൈഡിലൊക്കെ എഴുതി പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, വളരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, ദെൻ ഇനി നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാര്യം നോക്കാം. ഇങ്ങനെ സിംഗുലർ പ്ലൂറൽ ആക്കിയും പ്ലൂറൽ സിംഗുലർ ആക്കിയും ഒന്നും ബുദ്ധിമുട്ടണ്ട. ഇപ്പോഴും എന്താണ്, ആ ഒരൊറ്റ ഫോമേ ഉള്ളൂ. സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ആ ഒരു വാക്കിന് അത് മാത്രമേ ഉള്ളൂ. നൗൺസ് വിച്ച് ആർ ഓൾവേസ് ഇൻ ദ പ്ലൂറൽ ഫോം, എപ്പോഴും എന്ത് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്, പ്ലൂറൽ ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. നോക്കാം, പീപ്പിൾ, ജനങ്ങൾ, ഹു ആർ ദോസ്. ഇത് നമുക്ക് കാണുമ്പോൾ ശരിക്കും പീപ്പിൾ എന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്കും എന്താ തോന്നുക, സിംഗുലർ ആയിട്ട് തോന്നും അല്ലെ. പോൾട്രി, ഓക്കെ, ആ കൂട്ടം അല്ലെ, കാറ്റിൽ. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ സിംഗുലർ ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ പക്ഷെ ഇതെന്താണ്, പ്ലൂറൽ ഫോം ആണ്. ഓൾവേസ് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്ലൂറൽ ഫോം തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാം. നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ഹു ആർ ദോസ് പീപ്പിൾസ്, ആ കൂട്ടം ജനങ്ങൾ, അതാരാണെന്നുള്ളതല്ലേ. അപ്പോൾ ആ കൂട്ടം ജനങ്ങൾ, ഒരു കൂട്ടം ജനങ്ങളെ എന്താണ് യൂസ് ചെയ്യുന്നത്, പീപ്പിൾ എന്നാണ്. അതുപോലെ ദിസ് പോൾട്രി ആർ മൈൻ, ആ കൂട്ടം എന്റേതാണ്. ആ ഒരു കന്നുകാലി കൂട്ടം ആരുടേതാണ്, അതെന്താണ്, അത് ആരുടേതാണ്, അത് എന്റേതാണ്. ദെൻ കാറ്റിൽ, ദിസ് കാറ്റിൽ ഡിസ്ട്രോയിഡ് മൈ ഗാർഡൻ. ആ കാറ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ആ ഒരൊറ്റ കാള എൻ്റെ ഗാർഡൻ നശിപ്പിച്ചു, അങ്ങനെ ഒരു അർത്ഥമല്ല കേട്ടോ. കാറ്റിൽസ്, ആ കന്നുകാലി കൂട്ടം എന്താണ് സംഭവിച്ചത്, എൻ്റെ ഗാർഡൻ നശിപ്പിച്ചു. അപ്പൊ അവിടെ കാറ്റിൽ എന്ന് പറയുന്നത് ആരാണ്, പ്ലൂറലാണ്. ഓക്കെ, കാറ്റിൽ എന്ന് പറയുമ്പോൾ കാറ്റിൽ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് സിംഗുലർ ആണ്, പക്ഷെ അതെന്താണ്, പ്ലൂറൽ ആണ്. ഓക്കെ, ഈസി ആണല്ലോ അല്ലെ. അപ്പൊ ടെൻഷൻ ഇല്ല, സിംഗുലർ പ്ലൂറൽ ആക്കണ്ട, പ്ലൂറൽ സിംഗുലർ ആക്കണ്ട, ഒരൊറ്റ യൂസ് ചെയ്യുള്ളൂ, ദാറ്റ് ഈസ് പ്ലൂറൽ. ഓക്കെ, ഇവിടെ കളക്റ്റീവ് നൗൺ സിംഗുലർ ആണെങ്കിലും എന്താണ്, പ്ലൂറൽ ആയി ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്കിവിടെ സിംഗുലർ ആയിട്ടാണെങ്കിൽ പോലും ഇത് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, പ്ലൂറൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്, പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ some nouns may seem in singular.
ഇനി ചില നൗൺസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിംഗുലർ ആയിട്ട് തോന്നും. ചില നൗൺസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും, സിംഗുലർ ആയിട്ട് തോന്നും. പക്ഷേ ബട്ട് ആർ ആക്ച്വലി പ്ലൂറൽ. പക്ഷെ അവർ ശരിക്കും എന്താണ്, പ്ലൂറൽ ആണ് കേട്ടോ. നമ്മൾ അങ്ങനെ അങ്ങ് തോന്നാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് സിംഗുലർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആക്ച്വലി അവരെന്താണ്, പ്ലൂറൽ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ് തന്നെയാണ്. ഇതൊക്കെ എന്താണ്, നിങ്ങൾക്ക് അറിയാവുന്ന വേർഡാണ്. ഫിസിക്സ്, ന്യൂസ്, മീസൽസ്, എക്കണോമിക്സ്, മംസ്, ബിലിയാർഡ്സ്, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, അല്ലേ? എല്ലാ വേർഡും നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഇവരൊക്കെ ആരാണ്, സിംഗുലർ ആണ്. പക്ഷെ ആക്ച്വലി ഇതൊക്കെ എന്താണെന്നൊന്ന് പറഞ്ഞു മക്കളെ. ഇതൊക്കെ എന്താണ്, പ്ലൂറൽ ആണ്. ഇതിനി പ്ലൂറൽ ആക്കാൻ നിങ്ങൾ ഇതിലോട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അവരൊക്കെ ഓൾറെഡി പ്ലൂറൽ ആണ്, അല്ലേ? ഞാൻ ന്യൂസ് ഒന്ന് കാണട്ടെ എന്നാ നിങ്ങൾ പറയാ. നിങ്ങൾ അവിടെ ഒറ്റ ന്യൂസ് ഇരുന്നിട്ടാണോ കാണുന്നത്? അല്ലല്ലോ. ഞാൻ ന്യൂസ് ഒന്ന് കാണട്ടെ എന്നല്ലേ. ന്യൂസസ് എന്നൊക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല കേട്ടോ. നമ്മൾ ഒരുപാട് ന്യൂസ് കാണുന്നതിന് നമ്മൾ എന്തിനാ പറയാ, ആ ന്യൂസ് ഒന്ന് കാണട്ടെ എന്നാ പറയാ, അല്ലേ? അപ്പൊ പൊളിറ്റിക്സ് അല്ലേ, ഇതൊക്കെ എന്താണ്, ഇതെല്ലാം എന്താണ് പ്ലൂറൽ ആണ്. പക്ഷെ സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും എന്താണ്, പ്ലൂറൽ ആണ്. ഓക്കെ, നോ ന്യൂസ് ഇസ് ഗുഡ് ന്യൂസ്. എന്താണ്, ഒരു ന്യൂസും ഗുഡ് ന്യൂസ് അല്ല. ബില്ലിയാർഡ് ഈസ് മൈ ഫേവറേറ്റ് ഗെയിം. എൻ്റെ ഫേവറേറ്റ് ഗെയിം എന്താണ്, ബില്ലിയാർഡ്സ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ് മക്കളെ പറഞ്ഞേ. സം നൗൺസ് മേ സീം ഇൻ സിംഗുലർ ആണ്. ബട്ട് ആക്ച്വലി ഇവരെല്ലാം ആക്ച്വലി പ്ലൂറൽ ആണ്. ഓക്കെ, ഈ നൗൺസ് ഒക്കെ നമ്മൾ എന്തായിട്ടാണ്, പ്ലൂറൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, nouns that do not change form. ഇനി nouns that do not change form, ഇതാണ് നമുക്ക് വേണ്ടത്, അല്ലെ? നമ്മൾ പഠിച്ച സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന എന്താണ്, സിംഗുലർ, പ്ലൂറൽ, സിംഗുലർ, ഇതൊന്നും വേണ്ട. സിംഗുലർ പ്ലൂറൽ ഒരു മാറ്റവും വരുന്നില്ല. ഓക്കെ, കാണുമ്പോഴും സിംഗുലർ തന്നെയാണ്, യൂസ് ചെയ്യുമ്പോഴും സിംഗുലർ ആണ്. കാണുമ്പോൾ പ്ലൂറൽ ആണ്, യൂസ് ചെയ്യുമ്പോഴും പ്ലൂറൽ ആണ്. ഒരു റിസ്ക്കും ഇല്ല, അല്ലെ? ഷീപ്പ് എന്തെന്നെയാണ്, ഷീപ്പാണ്. ഡിയർ ആണ്. ഫിഷ് ആണ്. മൂസ് ആണ്. ഡസൺ ആണ്. ഹൺഡ്രഡ് ആണ്. തൗസൻഡ് ആണ്. പെയർ ആണ്. ഇതിന്റെ കൂടെ ആരെങ്കിലും വല്ല എസ്ഒ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ തെറ്റാണ്, ആഡ് ചെയ്യരുത്. ഇതിന് സിംഗുലർ ഫോം ഷീപ്സ് എന്നൊന്നും അറിയാതെ പറഞ്ഞു പോലും പോവരുത്. ഇതിന് ഒന്നും ഇതിനൊന്നും എസ് ഫോം ഇല്ല. ഇതിനൊന്നും പ്ലൂറൽ ഫോം ഇല്ല. ഇതിന്റെ പ്ലൂറലും സിംഗുലറും എന്താണ്, സെയിം ആണ്. ഇവിടെ ഇതിങ്ങനെ തീരുന്നില്ല. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് ഇനിയും ഉണ്ട് കേട്ടോ. ഒന്നിന്റെയും വളരെ കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് ഞാൻ ഈ സിംഗുലർ പ്ലൂറൽ ആക്കുന്നിടത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ദെൻ ഇത് വളരെ ചെറിയ എക്സെപ്ഷണൽ കേസുകൾ മാത്രമേ ഉള്ളൂ. സം അതർ കേസസ് നൗൺസ് ബിക്കം പ്ലൂറൽ ബൈ ആഡിങ് en ആണ്. ഇപ്പൊ എസും ഇഎസും IES ഒക്കെ നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു കേസ് en ആഡ് ചെയ്യുന്നത് വളരെ കുറച്ചുള്ളൂ. നമുക്ക് എപ്പോഴും എക്സെപ്ഷണൽ കേസും കുറച്ചുള്ളത് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഓക്സൺ, ചിൽഡ്രൻ, അല്ലെ? ചൈൽഡും ചിൽഡ്രൻ ഒന്നും പിന്നെ നമുക്കിനി ആരും ചേർക്ക് എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, കുട്ടികൾ എന്ന് പറയാൻ നിങ്ങൾ എപ്പോഴും ചിൽഡ്രൻ, അല്ലെ? ഇത് അറിയാതെ നമ്മൾ യൂസ് ചെയ്ത് പോയി, അല്ലെ? കാലപ്പഴക്കം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അറിയാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോയി, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്, en ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും en ആണ്. അപ്പൊ ചില കേസുകളിൽ ചില വാക്കിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോൾ en ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, സിംഗുലർ പ്ലൂറൽ ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, ദെൻ ഇനി ചില നൗണുകള് പ്ലൂറൽ സിംഗുലർ എന്ന് പറയുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും, അർത്ഥങ്ങൾക്ക് മാറ്റം വരും. എന്താണ്, മീനിങ്ങിനാണ് മാറ്റം. മീൻസ് മലയാളം മീനിങ്ങിന് എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന മാറ്റം അവരുടെ മീനിങ്ങിലാണ് മാറ്റം വരുന്നത്. സിംഗുലർ ഇപ്പൊ ഡോഗ് എന്താണ്, ഡോഗ്സ്, അല്ലെ? ഫിഷ്, അപ്പൊ എന്താണ്, ഫിഷുകൾ തന്നെയല്ലേ വരുന്നുള്ളൂ. ആ മാറ്റങ്ങൾ വരുന്നില്ല, അല്ലെ? ഫിഷ് തന്നെയാണ് വരുന്നത്. അതുപോലെ നമ്മൾ എന്താണ്, പൂച്ചകളാണ്. അപ്പൊ എന്താ, മീനിങ് മാറുന്നുണ്ട്? ഇല്ല, രണ്ടും എന്തുതന്നെയാണ്, ചെറിയൊരു കൂട്ടം എന്ന് പറഞ്ഞാലും മീനിങ്ങിൽ മാറ്റം വരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചില കേസ് സിംഗുലറിൽ നിന്നും പ്ലൂറലിലോട്ട് മാറുമ്പോൾ എൻറ്റയർലി കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്, മീനിങ് എൻറ്റയർലി ഡിഫറെന്റ് ആവുകയാണ്. നമുക്ക് നോക്കാം. സിംഗുലർ പ്ലൂറൽ മീനിങ് നോക്കാം. അഡ്വൈസ് എന്താണ്, ഉപദേശം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് എന്താണ് മക്കളെ, ഉപദേശം തന്നെയല്ലേ? ഓക്കെ,
ഇപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ വന്നിട്ട് അഡ്വൈസ് ചെയ്യാണ്. അവർ അഡ്വൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയാം എനിക്ക് ഈ അഡ്വൈസസ് ഒന്നും ഇഷ്ടമല്ല, കുറച്ചൊന്നും ഈ ഉപദേശങ്ങളൊന്നും ഇഷ്ടമല്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ. എനിക്ക് ഉപദേശങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, അഡ്വൈസിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് ഈ അഡ്വൈസസ് ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അവിടെ മീനിങ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? എനിക്ക് ഈ അറിവൊന്നും ഇഷ്ടമല്ല എന്നുള്ള മീനിങ്ങിലോട്ട് മാറുകയാണ്. അപ്പം ഇനി സ്റ്റൈലിന് വേണ്ടിയിട്ട് ചാടി കയറി എന്തിൻ്റെയും കൂടെ എസും ഇ എസും ചേർത്ത് പോകരുത്. മീനിങ് ഒക്കെ മാറുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം ചേർക്കുക കേട്ടോ. അപ്പം അഡ്വൈസ് മീൻസ് എന്താണ്? ഉപദേശം. ഓക്കെ, അഡ്വൈസസ് ഒരു എസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മാറ്റം ഒന്ന് നോക്കിയേ, എന്താണ്? അറിവ് അല്ലേ. ദെൻ അടുത്തത് എയർ. എല്ലാവർക്കും അറിയാം എന്താണ് എയർ. ഓക്കെ, അന്തരീക്ഷം. എന്താണ്? നാട്യം. ചെറിയൊരു മാറ്റം വന്നപ്പോ തന്നെ എന്തൊരു മാറ്റല്ലേ മീനിങ്ങിന്. ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറയുന്ന പോലെ ഗുഡ്, നന്മ, ഗൂഡ്സ്. ഇത് നിങ്ങൾക്ക് പിന്നെ പൊതുവെ അറിയുന്നുണ്ടാവും. ഗുഡ്സ് ആൻഡ് ഗുഡ്സ്, കച്ചവടം അല്ലെ, ചരക്ക് കച്ചവടമൊക്കെ. കച്ചവട ചരക്കുകൾക്കാണ് നമ്മൾ എന്ത് പറയാ, ഗൂഡ്സ് എന്ന് പറയുന്നത്. ദെൻ കോമ്പസ്. ദെൻ എന്താണ്? കോമ്പസസ്, വൃത്തം വരക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടാവും. എന്താണ് ഇത്? ഓക്കെ, ചെറിയ മാറ്റം കണ്ടോ, പരിധി എന്ന് പറയുന്ന മാറ്റം. ഇവിടെ കണ്ടോ ഫോഴ്സ് എന്താ? ഫോഴ്സ് ചെയ്യാന്നൊക്കെ പറയില്ല, നമ്മൾ എന്താ ഫോഴ്സ് ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു എസ് ഇട്ട് കൊടുത്താൽ നമ്മൾ അങ്ങ് ഫോഴ്സസ് എന്ന് പറയാൻ പറ്റുമോ? ഫോഴ്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സൈന്യം ചെയ്യാന്ന് അർത്ഥം വരും. അപ്പൊ നോക്കിയേ എന്തൊരു വലിയ മാറ്റമാണ്. ഒരു എസ് ഇട്ട് കൊടുക്കുന്നതോട് കൂടി അതിന്റെ മാറ്റം എന്താണ്? വളരെ ഡിഫറെന്റ് ആണ് അല്ലെ. ഫോഴ്സ് എന്ന് പറയുന്ന മാറ്റവും ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തായി മാറി? സൈന്യമായിട്ട് മാറി. ഓക്കെ, എൻറ്റയർലി മീനിങ് എന്തായി മാറി? ഡിഫറെന്റ് ആയി. ഓക്കെ, ദെൻ ഫിസിക്സ്. എന്താണ് ഫിസിക്സ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെയും മാറ്റം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം. ഒന്ന് മെഡിസിൻ ആണെങ്കിൽ ഒന്ന് എന്താണ്? ഭൗതിക ശാസ്ത്രമാണ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ സിംഗുലറിൽ നിന്നും പ്ലൂറലിലോട്ട് പോകുമ്പോൾ എൻറ്റയർലി മീനിങ് മാറുന്ന വാക്കുകളുണ്ട്. അപ്പൊ വെറുതെ കയറി അങ്ങോട്ട് എന്തിൻ്റെയും പിന്നാലെ എസും എ എസും ഒന്നും ചേർത്ത് കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമ്പറിനെ ബേസ് ചെയ്തിട്ട് സിംഗുലർ പ്ലൂറൽ എന്ന് തിരിച്ചു. ഒരുപാട് എക്സാമ്പിൾസ് കാണിച്ചു. ഇത് ഒരുപാട് എക്സാമ്പിൾസ് അല്ല, ഇത് വളരെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. ഇനിയും ഒരുപാട് സിംഗുലർ പ്ലൂറൽ ഫോമുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ ഭാഷ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ മറ്റ് ഫോറിൻ ലാംഗ്വേജുകളിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് തന്നെ പല നൗൺസിനും സിംഗുലറിൽ നിന്നും പ്ലൂറലിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈവെട്ടി അങ്ങനെ അത് മാത്രമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ റൂൾസുകളുണ്ട്. സിംഗുലർ പ്ലൂറൽ ആക്കണമെങ്കിൽ ഫോറിൻ ലാംഗ്വേജിൽ നിന്നും വന്നിട്ടുള്ള വാക്കുകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരുപാട് റൂൾസുകൾ ഉണ്ടായതുകൊണ്ട് ഇതൊരു വലിയ ലോകമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാടുണ്ട്. ഓക്കെ, സിംഗുലർ പ്ലൂറലാക്കാൻ ഇനിയും ഒരുപാട് വാക്കുകളുണ്ട്. അപ്പം നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചും റിസർച്ചൊക്കെ ചെയ്ത് കണ്ടുപിടിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി നോട്ട്സിൽ ഈ പറഞ്ഞ ഫോറിൻ വേർഡ്സുകൾക്കൊക്കെ വരുന്ന വ്യത്യാസവും അതിൻ്റെ റൂളുകളും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റഡി നോട്ട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് ചേഞ്ചുകൾ നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ എന്താണ് നൗൺസ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ നമ്പേഴ്സിനെ ബേസ് ചെയ്തും ജെൻഡറിനെ ബേസ് ചെയ്തും അതിൻ്റെ ടൈപ്സുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ക്ലാസ്സുകൾ നന്നായിട്ട് വാച്ച് ദ ക്ലാസ്സസ് എഗെയിൻ ആൻഡ് എഗെയിൻ. വീണ്ടും ക്ലാസ്സുകൾ കാണാം. പ്രാക്ടീസ് വെൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ അടുത്ത ഭാഗമായിട്ടുള്ള പ്രൊണോനുമായിട്ട് കാണാം. നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ.